മുൻപൊരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള വീറും വാശിയും ഏറിയതാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. കേരളത്തിലൊരു മൂന്നാം മുന്നണി അതിശക്തമായിട്ട് മുന്നേറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനേറെ പ്രസക്തിയും ഏറുകയാണ്. BJP കേരളത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇനിയും സീറ്റുകൾ പലയിടങ്ങളിലും നേടുക, കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റികളോ ഗ്രാമപഞ്ചായത്തുകളോ ഒക്കെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കുറി BJP ഏറെ പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തുന്നുണ്ട്. അത് സംസ്ഥാന ഘടകം മാത്രമല്ല, കേന്ദ്ര നേതൃത്വവും. രാജീവ് ചന്ദ്രശേഖരന് വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. കാരണം 2026 തുടക്കത്തിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇതൊരു ഡ്രസ് റിഹേഴ്സൽ തന്നെയായിട്ടാണ് കാണുന്നത്. നിയമസഭയും തദ്ദേശവും ഒക്കെ ഓരോ പാറ്റേൺ ആണെന്ന് പറയുമെങ്കിലും മുൻപൊരു കാലത്തുമില്ലാത്ത മത്സരമായതുകൊണ്ടാണ് ഇതൊരു ഡ്രസ് റിഹേഴ്സലായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ട് BJP ഇക്കുറി പല ചുവടുവെപ്പുകളും സൂക്ഷിച്ചാണ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് രണ്ട് മുന്നണികളിലും ഇല്ലാത്ത തരത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരിക്കുന്നത് BJP-യാണ്. കാസർഗോഡും കണ്ണൂരും തിരുവനന്തപുരത്തുമാണ് അത് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു കാലത്ത് നമുക്കറിയാം, ക്രൈസ്തവർ പൊതുവെ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരും ക്രൈസ്തവരുടെ വോട്ട് കോൺഗ്രസിനുള്ളതുമായിരുന്നു. പണ്ട് മന്നത്തോപ്പിലാവും തന്നെ പറയുമായിരുന്നു, കോൺഗ്രസ് എന്നാൽ അത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ കേരള കോൺഗ്രസിനെ അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ ഈ ക്രൈസ്തവ വിഭാഗം കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പിന്മാറ്റം നടത്തി എന്നുള്ളത് കോൺഗ്രസിൻ്റെ തന്നെ കുഴപ്പമാണ്. കാരണം മുസ്ലിം ലീഗിന് അപ്രമാദിത്വം നൽകിയതോടുകൂടി ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവർ കോൺഗ്രസിൽ നിന്ന് അകലുകയാണ് ചെയ്തത്. ഈ ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ട തരത്തിലുള്ള പ്രാതിനിധ്യവും അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണനാക്രമം നൽകിയതും ഒക്കെ തന്നെ BJP-യാണ്. BJP-യുടെ കേന്ദ്ര നേതൃത്വം അർഹിക്കുന്ന പരിഗണന നൽകി. ഓരോ ക്രിസ്മസ് കാലവും പുതുവത്സരവും നമ്മൾ കാണുന്നതാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തുന്നു, ബിഷപ്പുമാരുമായിട്ട് ഒന്നിച്ചിരുന്ന് വിരുന്നിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം ക്രൈസ്തവ സഭകളിലുള്ള വിശ്വാസികളുടെ ഇടയിൽ BJP-യോടുള്ള ഒരു ആഭിമുഖ്യം വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിലും മുനമ്പം വിഷയത്തിലും ഒക്കെ തന്നെ ക്രൈസ്തവ സഭകൾക്ക് കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ മുഖങ്ങളെ നിരവധിയായിട്ട് BJP നേതൃതലത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കേരളത്തിൽ 2024 നിന്ന് ജയിച്ചു പോയത് സുരേഷ് ഗോപി മാത്രമാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കൊടുത്തതിലോട് കേരളത്തിലെ ക്രൈസ്തവരെ മുഴുവൻ ചേർത്ത് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഷോൺ ജോർജിന്, അനൂപ് ആന്റണിക്ക്, BJP-യുടെ കേന്ദ്ര നേതൃത്വവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അനൂപ് ആന്റണി, അതുപോലെ തന്നെ PC ജോർജ്, അൽഫോൻസ് കണ്ണന്താനം, ഇക്കഴിഞ്ഞ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ പല ഭാഗങ്ങളിലും സ്ഥാനാർത്ഥികളോടൊപ്പം അൽഫോൻസ് കണ്ണന്താനം വീടുകൾ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്നിട്ടുള്ള അദ്ദേഹം വരെയും താഴെത്തട്ടിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. അത് BJP പല കാര്യങ്ങൾ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ്.
ഇപ്പോൾ ക്രൈസ്തവ ഗ്രൂപ്പുകളിലും അവരുടെ നവമാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഈ BJP സ്ഥാനാർത്ഥികളെ കുറിച്ച്, BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ഈ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവർക്ക് കൂടുതൽ പ്രചാരവും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് BJP ഇക്കുറി ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായിട്ട് നേടാൻ കഴിയും എന്നവർക്കുള്ള ഒരു അമിത പ്രതീക്ഷ തന്നെ ഉണ്ട്. അത് നല്ലത് തന്നെയാണ്, അത്തരത്തിലുള്ള അമിത പ്രതീക്ഷ. അതിലൂടെ ഇതൊരു തുടക്കമാണെന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കൂടുതൽ ശക്തമാക്കാൻ കഴിയും എന്ന് രാജീവ് ചന്ദ്രശേഖർ കണക്ക് കൂട്ടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും ക്ലാസ് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഇവർ ഒരു 20 മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ലോക്സഭയുടെ കണക്കനുസരിച്ച് പറയുമ്പോൾ 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനവും 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനവും, അതുപോലെ തന്നെ ഒരു 20 മണ്ഡലങ്ങൾ ക്രൈസ്തവ സഭയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾക്കായിട്ടും മാറ്റിവെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള പരിഗണനയും ക്രൈസ്തവ വിഭാഗത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഷോൺ ജോർജിനെ പോലുള്ളവർ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് പാലയിലോ പൂഞ്ഞാറിലോ ആയിരിക്കും മത്സരിക്കുക. ക്രൈസ്തവരുടെ കോട്ടയാണ്. അപ്പോൾ അവിടെ തന്നെ BJPയുടെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അത് കൂടുതൽ ക്രൈസ്തവരെ BJPയിലേക്ക് അടുപ്പിക്കുന്നതിന് സാധിക്കും എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ തന്നെ. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ ഇറക്കി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് BJPക്ക് വലിയ അഭിമാനകരമായ കാര്യമാണ്. ഒരിക്കലും ഈ അർഹിക്കുന്ന പ്രാധാന്യം കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭകളാണ്. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടിയും മറ്റും AK ആന്റണിയും ഒക്കെ സഭകളുമായിട്ട് വെച്ച് പുലർത്തുന്ന ബന്ധം വളരെ വലുതാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വമാണ് ഈ കോൺഗ്രസിനെ അകറ്റിയതിന് പിന്നിലുള്ള കാരണം തന്നെ. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. 2011 5-ാം മന്ത്രിസ്ഥാനം, അതിനു വേണ്ടിയിട്ടുള്ള വലിയ അവകാശങ്ങളും പോർവിളികളും ഒക്കെ നടക്കുമ്പോൾ തന്നെ അക്കാര്യത്തെ ചൊല്ലി മുന്നണിയിൽ തന്നെ വലിയ കലഹവും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അത് മുസ്ലിം ലീഗിനുള്ള വലിയ അപ്രമാദിത്വം നൽകുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ UDFനകത്ത് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നത്. ശരിയാണ്. ഈ സാമുദായിക സമവാക്യങ്ങൾ എല്ലാ മുന്നണികളും നോക്കുന്നുണ്ട്. അത് UDFനകത്ത് അത് പലപ്പോഴും അത് കൂടുതലായിട്ട് മുസ്ലിം ലീഗിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അകന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നല്ല പങ്ക് വോട്ട് പോലും ക്രൈസ്തവരിൽ നിന്നാണ്. കേരള LDF തൂത്തുവാരുന്ന അവസരത്തിൽ പോലും എറണാകുളം പോലുള്ള ജില്ലയിൽ UDFന്റെ പച്ചത്തുരുത്തായി നിൽക്കുന്ന എന്തുകൊണ്ടാണ്? ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണയുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഇത്തരത്തിൽ അവർക്ക് ആ പിന്തുണ, ഇതൊക്കെ UDFനുണ്ടാകുന്ന നഷ്ടമാണ് എന്ന് അവർ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ക്രൈസ്തവ സഭകളിലൂടെ BJP ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ നേട്ടമുണ്ടാക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.